മഴ കനക്കുന്നുണ്ട്. അതിനിടയിൽ ഇടുക്കിയിൽ നിന്ന് സഞ്ചാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാത്രി യാത്രയ്ക്ക് നിരോധനമെന്ന വിവരമാണ് വരുന്നത്. 7 മുതൽ രാവിലെ 6 വരെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. സന്ദീപ് രാജക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, മഴ പെയ്താൽ ഹൈറേഞ്ചിലേക്ക് ഒരു യാത്ര, മൺസൂൺ ടൂറിസം ഒക്കെ ഇങ്ങനെ സജീവമാകുമ്പോൾ യാത്രക്കാർക്കുള്ളൊരു അറിയിപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണിപ്പോൾ ഹൈറേഞ്ചിലെ സാഹചര്യം? മഴ കനക്കുകയാണോ? എന്താണ് സ്ഥിതി? വിനീത വേണു, ഇവിടെ കാര്യമായ മഴയില്ല, എന്നാൽ ഇടവിട്ട് ചില സമയങ്ങളിൽ മഴ പെയ്യുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. അതിശക്തമായ നമ്മൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കാണുന്ന പോലെ തരത്തിലുള്ള ശക്തമായ മഴ നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായി നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു വിവരം. പക്ഷേ എന്നാൽ പോലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു, മഴ പെയ്യുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായി രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. രാവിലെ 6 മണി വരെ, അതായത് വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഈ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് വലിയ രീതിയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യത മുന്നറിയിപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലേക്ക് പോരുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാത, ഇവിടെ നിന്ന് അങ്ങോട്ട് കുമളിയിലേക്ക് പോകുന്ന ഭാഗങ്ങൾ ഒക്കെ നേരിമംഗലം വനത്തിലൂടെയുള്ള യാത്ര, ഇവിടെയൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രികാല യാത്ര നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ ഇടവിട്ട് വിവിധ ഇടങ്ങളിൽ പെയ്യുന്നുണ്ട്, എന്നാൽ പോലും അതിശക്തമായൊരു മഴ ഇടുക്കി ജില്ലയിലില്ല. ഇപ്പോൾ മലയോര മേഖലയിൽ നമ്മൾ നിൽക്കുന്ന നെടുങ്കണ്ടത്തടക്കം തെളിഞ്ഞ കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് യാത്രാ നിരോധനം എന്നാണ് സന്ദീപ് രാജക്കാട് റിപ്പോർട്ട് ചെയ്തത്.